തിരുസത്തെ സത്യവിശ്വാസിമാരെ, സഹോദരി സഹോദരന്മാരെ, നന്റെ പന്തത്തെ ദൂരത്തിൽ നിന്നും മുട്ടത്തിൽ നിന്നും കേട്ടോണ്ടുള്ളതായ, അതേപോലെ സോഷ്യൽ മീഡിയത്തിൽ ശ്രദ്ധിച്ചോണ്ടുള്ളതായ മുസ്ലിമിനെ, കർണാടക സലഫി അസോസിയേഷനും വിസ്ഡം യൂത്ത് ജಂಟಿಯಾಗಿ നടപ്പാക്കിയിട്ടുള്ളതായ ഈ ഒരു മുഖാമുഖി ചൊല്ലുന്നതായ കാര്യക്രമ എന്തുകൊണ്ടും കാര്യ പ്രസക്തമായി ചൊന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം കല്ലെ കുറേ വർഷങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു കൂട്ടായ്മ വ്യത്യസ്തമായിട്ടുള്ളതായ ജാതിയിൽ എൻ്റെ സമൂഹം നേരിട്ടുകൊണ്ടുള്ളതായ വ്യത്യസ്തമായിട്ടുള്ളതായ വിഷയത്തിൽ കൃത്യമായിട്ട് അതിൽ ഇസ്ലാം എന്ന് ചൊല്ലു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ പഠിപ്പാക്കിയതായ നിലപാട് എന്ന് അത് ഖുർആനും സുന്നത്തും മുൻഗാമിനെ മനസ്സിലാക്കിയതുപോലെ അത് പ്രചാരാക്കുന്നതിൽ സക്രിയമായിട്ടുള്ളതായ ഈ ഒരു ചെറിയൊരു കൂട്ടായ്മ അൽഹംദുലില്ലാഹ് അതിനൊരു ഹെജ്ജയായിട്ട് ഈ ഉള്ളാലത്ത് നഗരസഭാ മൈതാനത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യക്രമ വെച്ചോണ്ടുണ്ട്. കാരണം ഇത് പലതും ഇസ്ലാമിന്റെ പേരിൽ അല്ലെങ്കിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിനെ ചുമത്തും അല്ലാഹുവെ ദീൻ ഇങ്ങനെ ചുമത്തും എല്ലാം പ്രചാരാക്കുമ്പോൾ അല്ലാഹു റസൂലും അല്ലാഹുവും ദീനും ഇഷ്ടപ്പെടുന്നതായ ആൾമാരെ ബാധ്യതയ്ക്ക് എന്തൊക്കെ യഥാർത്ഥ ഇസ്ലാം ചുമത്തും എന്തൊക്കെ യഥാർത്ഥ സുന്നത്ത് ചുമത്തും പഠിപ്പാട്ടി കൊടുക്കുന്നത് അതിനൊരു ഭാഗം മാത്രമേ ഇങ്ങനത്തെ ഒരു കാര്യക്രമ ಖಂಡಿತವಾಯ್ತು ആർക്കായാലും ഈ ഒരു കാര്യക്രമ അങ്ങനെ ബേജാറാക്കുക, അങ്ങനെ നമ്പലാക്കുക, അങ്ങനെ ദൂരക ഇല്ലതല്ല. ബദലായിട്ട് ഇതെല്ലാം ഇസ്ലാമിന്റെ പേരിൽ ചൊല്ലുമ്പോൾ അതിൽ ഇസ്ലാം എന്ന് ചൊല്ലും ഖുർആനും സുന്നത്തും ആ ഉലമാന് അതിനെ മനസ്സിലാക്കിയിട്ട് എന്തിനെ പഠിപ്പാട്ടിയാറ് ചൊന്നത്തു കൊടുക്കുന്നതായ ജവാബ്ദാരി ಖಂಡಿತವಾಯ್ತು ಈ ಒಂದು ಕೂಟಾಯ್ಮ ನಡುಪಾಕಿಕೊಂಡು ಚೊಲ್ಲಿದ್ರೆ ಕಾಂಟಪ್ಪುರಂ ಬೇರೆಂതും ಇಲ್ಲ. ಕಲ್ಲೆ നാരാസരണ്ട് കേസി നഗരത്തിലും അൽഹംദുലില്ലാഹ് ഒരു സലഫി കോൺഫറൻസ് അവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്തിനെ ചുമത്തും അതിലെ ആശയ ആദർശങ്ങളെ ചുമത്തും അത് പ്രചാരാക്കുകയും ഞങ്ങളെ കൊണ്ടു സാധിച്ചിട്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യക്രമത്തോട് കൂടി ഉണ്ടാവുന്നതല്ല എന്തെങ്കിലും കാട്ടിട്ട് പേടിപ്പാട്ടി കൊണ്ടുത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസത്തെ പേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഉള്ളതായ ഇൻഫ്ലുവൻസർ പേടിക്കാം, ഉള്ളതല്ല. ബദലായിട്ട് ഞങ്ങളുടെ വിശ്വാസം റഹ്മാനായ റബ്ബ് ആ റബ്ബിന് ദീൻ പ്രചാരാക്കുന്ന കാലത്തോളം ഈമാൻ ഇഖ്ലാസോട് കൂടിയിട്ട് പ്രചാരാക്കുന്ന കാലത്തോളം ആ റബ്ബിനെ സഹായം ഉണ്ടാവും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ റബ്ബിനെ സഹായം ഉണ്ടാവും. ഏതെല്ലാം അർത്ഥത്തിൽ ഇതിനെ മുടക്കുന്നു നോക്കിയും ഏതെല്ലാം അർത്ഥത്തിൽ ഇതിനെ ഇല്ലാണ്ടാക്കുന്നു നോക്കിയും ഈ ആശയത്വം ഈ ആദർശത്വം എന്തുമല്ലാത്ത രൂപത്തിലാക്കുന്നു നോക്കിയും ഇല്ല. റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എത്രയൊക്കെ ആൾമാരായും ഇൻഷാ അല്ലാഹ് ഇതിനെ വെച്ച ഓരോ കാര്യത്തിൽ എത്താട്ടിക്കലെ ചൊന്നതെങ്കിൽ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹു ആ പ്രകാശത്തെ അല്ലാഹു പൂർത്തിയാക്കുക, അതിലൊരു സംശയവും വേണ്ട. ആരും എന്തെല്ലാം എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുമാർ ഈ ദീനിന്റെ ശത്രുമാർ അങ്ങെല്ലാം പ്രയത്നാക്കി വന്നപ്പോൾ അവിടെല്ലാം റഹ്മാനായ റബ്ബിന് ഒരു സഹായം ഉണ്ടായി. റഹ്മാനായ റബ്ബ് അവൻ വിചാരിച്ചത് അവൻ നടപ്പിലാക്കുക ചെന്നതെത്തിക്കരുത്. ആ ഒരു വിശ്വാസത്തിക്കരുത് ഈ കൂടിയതായ ആൾമാർക്കും ഈ കൂടിയതായ കേട്ടോണ്ടുള്ളതായ മുമ്പിനേക്കും ഉള്ളത്. അതുകൊണ്ടോ നിങ്ങൾ എന്തെങ്കിലും മാറ്റം കൊണ്ടുത്താം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പേടിപ്പാട്ടിന് കൊണ്ടുത്താം, അങ്ങനെ പേടിക്കണമല്ല, ഇതെല്ലാം നിപ്പാട്ടിന് പോണ്ടതുമല്ല ചുമത്തും സാന്ദർഭികമായിട്ട് നടപ്പാക്കുക. വിശുദ്ധ സഹോദരന്മാരെ സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യക്രമ ജാവ് 10 ഗಂಟೆಗೋಳ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നടന്നു ചൊന്നതെത്തിക്കരുത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആശ്രയിക്കണതായ മനുഷ്യന്മാർ റഹ്മാനായ റബ്ബിന് മാത്രം ഇടപെടുന്ന സാധിക്കുന്നതായ അല്ലെങ്കിൽ റഹ്മാനായ റബ്ബിന് മാത്രം കൊടുക്കാനായ ഇബാദത്ത് അല്ലാഹു അല്ലാഹു കൊടുക്കുമ്പോഴും ഉണ്ടാവുന്നതായ അവന്റെ ആ വിശ്വാസത്തിൽ കണ്ടതായ ആ പാപം അങ്ങനെ തുടങ്ങിയിട്ട് പല രീതിയിലും അവന്റെ വിശ്വാസത്തിലും കർമ്മത്തിലും അതെല്ലാം വന്നുകൂടുമ്പോൾ അവിടെ ഇസ്ലാം എന്തിനെ ചൊല്ലു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനു പഠിപ്പായിട്ട് ചൊന്നു കൊടുക്കുന്നതായിരിക്കും ഈ ഒരു കൂട്ടായ്മ ബാധ്യതയ്ക്ക് ഞങ്ങൾ കാണാനായത്. ഇൻഷാ അല്ലാഹ് ഭാഗത്തേക്ക് ഈ ഒരു കാര്യക്രമം ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് പിന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു അവസരം ഉണ്ട്. മുൻപിന്നതിൽ തായെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു പണ്ഡിതായ ഉസ്താദ്മാർ ആ വിഷയത്തിൽ എനിക്ക് വിശദീകരിച്ച് തരുവാൻ. ഏതായാലും ഈ കാര്യക്രമത്തിൽ വന്ന് നീരെല്ലാവരും സ്വാഗതാക്കുന്നതൊട്ടിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യക്രമത്തെ അധ്യക്ഷ സ്ഥാനം കർണാടക സലഫി അസോസിയേഷനും അൽ ബയാൻ അറബിക് കോളേജിലെ പ്രിൻസിപ്പാളായിട്ടുള്ളതായ ഡോക്ടർ ഹഫീസ് സ്വലാഹി ഏറ്റെടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു കാര്യക്രമത്തെ മോഡിയേറ്ററായിട്ട് താജുദ്ദീൻ സ്വലാഹിയും അതേപോലെ ഈ കാര്യക്രമത്തെ ഉദ്ഘാടനാക്കവും ഡോക്ടർ ബഷീർ ഇവിടെ എത്തിയിട്ടുള്ളത്. അതേപോലെ ഈ കാര്യക്രമത്തിൽ ഞങ്ങൾക്ക് പല രീതിയിലുണ്ടായ വിഷയ മണ്ഡനാക്കവും അബ്ദുൽ മാലിക് സലഫിയും മൂസ സ്വലാഹി കാറും അതേപോലെ ഫൈസൽ മൗലവിയും ഷബീബ് സ്വലാഹിയും ആഷിഖ് അലി ഹിക്കമിയും അങ്ങനെയുള്ളതായ പല ഉസ്താദ്മാരും ഇവിടെ എത്തിപ്പെട്ടാൽ അങ്ങനെ എല്ലാവരും സ്വാഗതാക്കിയിട്ടും അതേപോലെ നിങ്ങൾ ഈ കൂടിയതായ എല്ലാ ആൾമാരും സ്വാഗതാക്കിയിട്ടും അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ ഹഫീസ് സ്വലാഹിയെ വിളിച്ചോണ്ടുള്ള ബർക്കത്ത് നിപ്പാട്ട വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.